بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ഇഹ്യാ ഉലൂമുദ്ദീൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തതിന്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്നത്. കിതാബിന്റെ ഉദ്ധരണി നമ്മുടെ സ്ക്രീനിൽ കാണാം. ഷാഫി ഇമാം ആ സംഭവമാണ് പറയുന്നത്. വന്നന്നാസു ലിസ്ദിഖി മവദ്ദതിഹിമാ അന്നഹു യുഫവ്വിദു അംറ ഹൽഖതിഹി ഇലൈഹി ബഅദ വഫാതിഹി. വഫാത്തിന് ശേഷം അവരുടെ സദസ്സിന്റെ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കും എന്ന ആ ഒരു ധാരണയിൽ ഫഖീല ലിശാഫിഈ ഫീ ഇല്ലതിഹി അല്ലതി മാത ഫീഹാ റളിയല്ലാഹു തആല അൻഹു, ഷാഫി ഇമാമിന്റെ വഫാത്തിനോടനുബന്ധിച്ച ആ രോഗത്തിൽ, ആ വിഷമത്തിൽ, അപകടം പറ്റിയ ആ ഒരു രോഗത്തിൽ അടുത്തോട് ചോദിച്ചു, ഇലാമൻ നജ്ലിസു ബഅദക യാ അബാ അബ്ദില്ലാ, നിങ്ങളെ ശേഷം ഞങ്ങൾ ആരെയാണ് ഇൽമിന്റെ സദസ്സിനൊക്കെ പരിഗണിക്കേണ്ടത്? ഫസ്തശ്റഫ ലഹു മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കം, മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കം മുന്നോട്ട് വന്നു. വഹുവ ഇൻദ റഅസിഹി ലിയുമിഅ ഇലൈഹി, തലഭാഗത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കമിനെ സൂചിപ്പിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് മുന്നോട്ട് വന്നത്. ഫഖാല ശാഫിഈ സുബ്ഹാനല്ലാഹി യശുക്കു ഫീ ഹാദാ അബൂ യാഖൂബുൽ ബൂത്തി ഫൻകസറ ലഹാ മുഹമ്മദ് വമാല അസ്ഹാബുഹു ഇലൽ ബുവൈത്തി. അപ്പോ അവർക്കൊരു ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കമിന് അതെന്തായി, ഒരു ചെറിയൊരു പ്രയാസമായി. അവരാൾക്കാരൊക്കെ ബുവൈത്തിയുടെ അടുക്കലേക്ക് നീങ്ങി. മാ അന്ന മുഹമ്മദൻ കാന ഖദ് ഹമല അൻഹു മദ്ഹബഹു കുല്ലഹു, മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കം എല്ലാ അവരുടെ മദ്ഹബ് പൂർണ്ണമായി രൂപപ്പെടുത്തിയത് ഷാഫി ഇമാമിൽ നിന്നാണ്. ലാക്കിൻ കാനൽ ബുവൈത്തി അഫ്ളല വ അഖ്റബ ഇല സുഹ്ദി വൽ വറഅ, അവിടെ ബുവൈത്തി കൂടുതൽ സൂക്ഷ്മത, കൂടുതൽ സുഹ്ദ് വെച്ചു പുലർത്തിയിരുന്നു. ഫനസഹ ശാഫിഈ ലില്ലാഹി വലിൽ മുസ്ലിമീൻ, അവിടെ ഷാഫി ഇമാം ഏത് നയം സ്വീകരിച്ചു? നുസ്ഹ് കാണിച്ചു, ഗുണം ആഗ്രഹിച്ചു. അള്ളാഹുവിലും മുസ്ലിമീങ്ങൾക്കും തറക്കൽ മുദാഹനത്ത, അവിടെ യാതൊരുവിധ അയഞ്ഞ നിലപാട് സ്വീകരിച്ചില്ല. വലം യുഅ്തിർ റിളൽ ഖൽഖി അലാ റിളല്ലാഹി തആല, സൃഷ്ടികളുടെ തൃപ്തിയേക്കാൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് മുൻഗണന നൽകി. ഫലമ്മ തൂഫിയ ഇൻഖലബ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കം അൻ മദ്ഹബിഹി, അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തായപ്പോ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കം മാറി, മദ്ഹബ് മാറി. വറജഅ ഇലാ മദ്ഹബി അബീഹി, പിതാവിന്റെ മറ്റൊരു മദ്ഹബിലേക്ക് മാറി. ദറസ കുത്തുബ മാലിക്കിൻ റഹിമഹുല്ലാഹ്, അങ്ങനെ മാലിക് ഇമാമിന്റെ കിതാബുകൾ ദർസ് നടത്താൻ തുടങ്ങി. വഹുവ മിൻ കിബാരി അസ്ഹാബി മാലിക്കിൻ റഹിമഹുല്ലാഹ്, മാലിക് ഇമാമിന്റെ പ്രധാനപ്പെട്ട അസ്ഹാബായി മാറി. വആഥറ അൽ ബുവൈത്തി അസ്സുഹ്ദ വൽ ഖുമൂല വലം യുഅ്ജിബുഹുൽ ജംഉ വൽ ജുലൂസ്. ബുവൈത്തി ആണെങ്കിലോ സുഹുദും അതുപോലെ ഒറ്റക്കുള്ള ജീവിതവും തസൂഫിന്റെ ജീവിതവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയി. എന്നിട്ട് വലം യുഅ്ജിബുഹുൽ ജംഉ വൽ ജുലൂസ്, ഈ സദസ്സും വലിയ ആൾക്കാരും അനുയായികളും അതൊന്നും വിഷയാക്കിയില്ല. ഫിൽ ഹൽഖത്തി വസ്തഗല ബിൽ ഇബാദത്തി വസന്നഫ കിതാബൽ ഉമ്മില്ലദി യുൻസബു അൽ ആന ഇല റബീഉ ഇബ്നു സുലൈമാൻ യുറഫു ബിഹി, റബീഉ ഇബ്നു സുലൈമാനിലേക്ക് അറിയപ്പെടുന്ന, അതിലേക്ക് ചേർത്തി പറയപ്പെടുന്ന കിതാബുൽ ഉമ്മ് രചിക്കുകയും ഇബാദത്തും കിതാബ് രചനയും ഒക്കെയായി ജീവിതം കഴിച്ചു. ഇന്നമാ സന്നഫഹുൽ ബുവൈത്തി, ബുവൈത്തി അത് രചിച്ചത് ബുവൈത്തിയാണ്. വലാകിൻ ലം യുദ്കർ നഫ്സഹു ഫീഹി വലം യൻസുബുഹു ഇലാ നഫ്സിഹി, പക്ഷെ ഒരിടത്തും തന്റെ പേര് പറഞ്ഞില്ല. ഫസാദ റബീഉ ഫീഹി തസറഫ വഅദ്ഹറഹു, അതേ സമയത്ത് റബീഉ ഇബ്നു സുലൈമാൻ അതില് ആവശ്യമായ സിയാദത്തൊക്കെ ഉണ്ടാക്കുകയും പേര് പറയുകയൊക്കെ ചെയ്യുകയും ചെയ്തു. വൽ മഖ്സൂദു അന്നൽ വഫാഅ ബിൽ മഹബ്ബത്തി മിൻ തമാമിഹാ അൻ നുസ്ഹു ലില്ലാഹ്, പറഞ്ഞതിന്റെ പൂർണ്ണമായ രൂപം ഇങ്ങനെയാണ്: ഒരു മഹബത്ത്,
എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണത എന്താണ്? അന്നുസ്ഫുലില്ല, അള്ളാഹുവിന്റെ ദീനിനെ പരിഗണിക്കുക, ന്യായങ്ങളെയും നീതികളെയും ശരിയെയും പരിഗണിക്കുക. അത് മഹബത്തിന്റെ ഭാഗമായിരിക്കണം. അപ്പോഴാണ് അത് ശരിയായ മഹബത്താകുന്നത്. ഖാലൽ അഹ്നഫ് അൽ ഇഖാഉ ജൗഹറത്തുൻ റഖീഖത്തുൻ. ഈ സൗഹൃദ ബന്ധം എന്ന് പറയുന്നത്, സഹോദര്യ ബന്ധം എന്ന് പറയുന്നത് അതൊരു വളരെ നല്ലൊരു മുത്താണ്. ഇല്ലം തഹ്റുസുഹ, അത് നീ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ, കാനത്ത് മഅരിളത്തൻ ലിൽ ആഫാത്ത്, അത് ഒരു അപകടങ്ങളുടെ വഴിയായി തീരും. ഫഹ്റുസുഹ ബിൽ കൽമി, നന്നായിട്ട് കടിച്ചു പിടിച്ച് സൂക്ഷിക്കണം. ഹത്താ തഅ്തദിറ ഇലാ മൻ ളലമക, ആക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുക. വബിർറിളാ ഹത്താ ലാ തസ്തക്സിറ മിൻ നഫ്സിക്കൽ ഫളല വലാ മിൻ അഖീക തഖ്സീർ വലാ വലാ ഹത്താ ലാ തസ്തക്സിറ മിൻ നഫ്സിക അൽ ഫളല. നിനക്ക് ഒരു ബഹുമാനം കൂടുതലുണ്ട് എന്നുള്ള ചിന്ത ഇല്ലാതിരിക്കുക. വലാ മിൻ അഖീക അത്തഖ്സീറ, അതേപോലെ നിന്റെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് അവന്റെ വിട്ടുവീഴ്ച നിന്നെക്കാൾ അവന് പോരായ്മ കൂടുതലുണ്ട് എന്ന ചിന്ത ഇല്ലാതിരിക്കും. അമീൻ ആസാരി സ്സുദ്ഖി വൽ ഇഖ്ലാസി വതമാമിൽ വഫാഇ, ഒരാൾക്ക് സത്യസന്ധതയുണ്ട്, ആത്മാർത്ഥതയുണ്ട്, അയാൾക്ക് നിഷ്കളങ്കതയുണ്ട് എന്നതിന്റെ സൂചനയാണ് അൻ തകൂന ശദീദൽ ജസ്ഇ മിനൽ മുഫാറഖത്തി, പിരിയാൻ താല്പര്യമില്ലാതിരിക്കുക. നുഫൂറു ത്വബഇ അൻ അസ്ബാബിഹ കമാ ഖീൽ, ഒരു മടുപ്പുണ്ടാക്കുന്ന കാര്യങ്ങള് വജത്തു മുസീബാത്തി സമാനി ജമീഅഹ സിവാ ഫിർഖത്തിൽ അഹബാബി ഹയ്യിനത്തൽ ഖത്ബി. ഒരു ഏറ്റവും വലിയ വിഷയം ഈ പ്രിയപ്പെട്ടവരെ വേർപിരിയലാണ് എന്ന് കവിതകളിലും മറ്റുമൊക്കെ പരാമർശിക്കപ്പെട്ട അതിന്റെ ഒരു ഉദാഹരണമാണ്. ഫാൻഷദ ഇബ്നു ഉയൈന ഹാദൽ ബൈത്ത്, ഇബ്നു ഉയൈന ഈ ബൈത്ത് ചൊല്ലിയിട്ട് പറഞ്ഞു, വഖാല പറഞ്ഞു, ലഖദ് അഹിത്തു അഖ്വാമൻ ഫാറഖ്തുഹും മുൻദു 30 സനതൻ മാ യുഖയ്യലു ഇലയ്യ അന്ന ഹസ്റതഹും ദഹബത് മിൻ ഖൽബി. എന്റെ പ്രിയപ്പെട്ട ചില ആൾക്കാരെയൊക്കെ ഞാൻ വേർപിരിഞ്ഞിട്ട് 30 കൊല്ലമായി. ഇപ്പോഴും എനിക്ക് ആ വേർപിരിഞ്ഞ വിഷമം തീർന്നിട്ടില്ല. വമിനൽ വഫാഇ, ഈ അവരോടുള്ള കടപ്പാട് വീടുന്നതിൽപ്പെട്ടതാണ്, ബന്ധം വീട്ടുന്നതിൽപ്പെട്ടതാണ്. അല്ല യസ്മ ബലാഗാത്തിൻ നാസി അല സ്വദീഖിഹി ലാ സിയമാ മൻ യുദ്ഹിറു അവ്വലൻ അന്നഹു മുഹിബ്ബുൻ ലിസ്വദീഖിഹി കൈ ലാ യുത്തഹമ ثم يلقي الكلام عرضا وينقل عن الصديق ما يوغر القلب فذلك من دقائق الحيل في التضريب. ചില ആൾക്കാരുണ്ട്, അവരെന്താ ചെയ്യാം, അവര് നമ്മളെ വളരെ പ്രിയപ്പെട്ട ഒരു ഉസ്താദ്, ആ ഉസ്താദിനോടുള്ള ബഹുമാനം ഇല്ലാതാക്കാൻ വേണ്ടി അവർ ആദ്യം പറയാ, ഞാൻ ആ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ആളാ, അങ്ങനെ പറയാം. എന്നിട്ട് ആ ഇടം തേടി മനസ്സിൽ ഇടം കിട്ടി നല്ല ബന്ധമായ പിന്നെ പറയും, ഉസ്താദിനോട് എനിക്ക് ഇഷ്ടമൊക്കെ ആണെങ്കിലും ആ ചില വിഷയങ്ങളോട് എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഇത് ഏതിൽപ്പെട്ടതാണ്? അവരെ അങ്ങനെ എതിർക്കാൻ വരുന്നവരെ ആ ഒരു ഇടം കൊടുക്കാതെ ഒഴിവാക്കിക്കണം. അല്ലാ ഇസ്മാ ബലാഗാത്തിൻ നാസി, ചില ആൾക്കാരുടെ സാമർത്ഥ്യങ്ങളുണ്ട്, അത് കേൾക്കരുത്. അല്ല സ്വദീഖിഹി, അവന്റെ കൂട്ടുകാരനെതിരെ, ലാ സിയമാ മൻ യുദ്ഹിറു അവ്വലൻ, പ്രത്യേകിച്ച് ആദ്യം അവർ പ്രകടിപ്പിക്കും, അന്നഹു മുഹിബ്ബുൻ ലി സ്വദീഖിഹി, അവന്റെ ഈ കൂട്ടുകാരനെ സ്നേഹിക്കുന്നവനാണ്. കൈല യുത്തഹമ, തെറ്റിദ്ധാരണയില്ലാതിരിക്കാൻ വേണ്ടി. തുമ്മ യുൽഖിൽ കലാമ, പിന്നെ സംസാരിക്കാൻ തുടങ്ങും അറദൻ, എതിരായിട്ട്. വയൻഖുലു അനി സ്വദീഖി മാ യുഗ്ഹിറുൽ ഖൽബ, എന്നിട്ട് ഈ കൂട്ടുകാരനെ കുറിച്ച് അവനെ കുറിച്ച് പ്രയാസം ഉണ്ടാക്കുന്ന സംഗതികൾ പറയും. അവൻ അവിടെ അങ്ങനായിരുന്നു, ഇവിടെ അങ്ങനായിരുന്നു. ഫദാലിക മിൻ ദഖായിഖിൽ ഹയലി ഫി തദ്രീബ്, ഇത് പ്രശ്നം ഉണ്ടാക്കുന്നതിന്റെ കുതന്ത്രമാണ്. വമല്ലം യഹ്തരിസ് മിൻഹു, ഇതൊരാള് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ലം തദും മവദ്ദതുഹു വസുലാ, ആ സ്നേഹം നിലനിൽക്കൂല. പലപ്പോഴും ഈ കൂട്ടുജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന വലിയൊരു അബദ്ധമാണ് ഒരാളുടെ അസാന്നിധ്യത്തിൽ അവരെ കുറിച്ചൊരു ഗുണം പറയാൻ താല്പര്യമില്ലാതെ അവരെ നെഗറ്റീവ് പറയുക.
ഭയങ്കര അപകടമാണ്. ഇതുകൊണ്ടാണ് അൽ ഗീബത്തു അശദ്ദു മിൻ 70 ഹൂബൻ മഹാന്മാരൊക്കെ ഉദ്ധരിച്ചത് കാണാം, ഹദീസായിട്ട് അസറായിട്ട് ഉദ്ധരിച്ചത് കാണാം. 70 ഹൂബിനേക്കാൾ കഠിനമാണ് ഒരു എന്ത് ഒരു ഗീബത്ത്. 70 ഹൂബിനേക്കാൾ കഠിനമാണ് ഒരു ഗീബത്ത്. ഹൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഹൂബു യുജാമിഉ ഉമ്മഹു 70 മറത്തൻ. ഉമ്മയെ 70 സ്വന്തം ഉമ്മയെ 70 വട്ടം വ്യഭിചരിക്കുന്നതാണ് ഹൂബ്. അതിനേക്കാൾ കഠിനമാണ്. അങ്ങനെ 70 ഹൂബിനേക്കാൾ കഠിനമാണ് എന്ന് പറഞ്ഞാൽ 70 × 70 എന്ന് പറയുമ്പോ ഇത്ര വലിയ ഇതാണത്. അതിന്റെ പിന്നെ കൗണ്ടിങ് 4900. അപ്പോ അത്ര വലിയ തെറ്റാണ് ഗീബത്ത് എന്ന് പറയാൻ കാരണം ഇതാണ്. ഭയങ്കര അപകടമാണ്. ഒമല്ലം യഹ്തരിസ് മിൻഹു ലം തദ്മു അമാദത്തുഹു വസലാഹ് വഖാല വാഹിദുൻ ലിഹക്കീമിൻ. ചിലര് പറഞ്ഞത് കാണാം, ഖദ് ജീതു ഖാതിബൻ ലിമവദ്ദതിക ഖാല ഇൻ ജഅൽത മഹറഹാ സലാസൻ ഫഅൽത ഖാല വമാ ഹിയ ഖാല ലാ തസ്മഉ അലയ്യ ബലാഗതൻ ولا تخالفني في أمد ولا توطئني عشوة ومن الوفاء أن لا يصادق عدو صديقه. അതായത് ഈ പറഞ്ഞ ആളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സ്നേഹം സ്ഥാപിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു 3 മഹറുണ്ട്. എന്താണ് മാഹിയ? ഏതൊക്കെയാണ്? ലാ തസ്മഉ അലയ്യ ബലാഗതൻ, എനിക്കെതിരെ പറയുന്ന സാമർത്ഥ്യങ്ങൾ കേൾക്കാൻ പോകും. വലാ തുഖാലിഫ്നി ഫീ അംദിൻ, തീരുമാനങ്ങളിൽ എന്നെ എതിർക്കരുത്. വലാ തൂത്തിനി ഇശ്വത്തൻ, എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യരുത്, എന്നെ ചവിട്ടിത്താത്താൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞാൽ അതൊരു സൗഹൃദ ബന്ധം ഉണ്ടാകുന്ന സമയത്ത് ഇത് സൂക്ഷിക്കുന്ന രീതിയാണ് ശരിയായ ബന്ധം. വമിനൽ വഫാഇ അല്ലാ യുസാദിഖ അദുവ സ്വദീഖിഹി, ചങ്ങാതിയുടെ ശത്രുവിനോട് കൂട്ടുകൂടരുത്. ചങ്ങാതിയുടെ ശത്രുവിനോട് കൂട്ടുകൂടരുത്. ഖാല ശാഫിഈ റഹിമഹുല്ലാഹ് ഇദാ അത്വഅ സ്വദീഖുക അദുവക ഫഖദ് ഇസ്തറക ഫീ അദാവതിക. നിന്റെ ചങ്ങാതി നിന്റെ ശത്രുവിനോട് കൂട്ടുകൂടുന്നുണ്ടെങ്കിൽ അവർ രണ്ടാളും നിന്റെ ശത്രുതയിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട രീതി ഇങ്ങനെയൊക്കെയാണ് എന്നർത്ഥം. ഇത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. സൗഹൃദ ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട ഒരു രൂപം. ഈ രൂപങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, സൗഹൃദ ബന്ധങ്ങൾ ഫലപ്പെടുത്തി വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. വിശദമായി കുറെ ചർച്ചകൾ നടന്നു. ഇനിയും കുറച്ച് ഭാഗങ്ങൾ കൂടി അതിൽ ചർച്ച വരുന്നു. അതായത് 8ാമത്തെ ഹക്കായിട്ട് തഖ്ഫീഫു വ തർക്കു തകല്ലുഫി വ തക്ലീഫ്, പ്രഷർ ചെയ്യാതിരിക്കുക, എന്തും ലഘൂകരിച്ചു കൊടുക്കുക, ഇതൊക്കെ ഈമാനുള്ളവരുടെ സ്നേഹബന്ധത്തിന്റെ ഭാഗമായി ചെയ്യുന്ന രീതിയാണ്. അള്ളാഹു അതൊക്കെ ഫോളോ ചെയ്യാൻ, അതൊക്കെ ഇത്തിബാ ചെയ്യാൻ, അതൊക്കെ പിൻപറ്റാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ നല്ലൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ശഅബാൻ മാസമാണ്, വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മുടെ ഹാപ്പി സോണിന്റെ സംരംഭങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയൊക്കെ എല്ലാറ്റിനും ഉണ്ടാകണം. അള്ളാഹു എല്ലാം അവ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഇഖ്ലാസോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, നല്ല ബന്ധങ്ങൾ പുലർത്താനും അത് പുലർത്താൻ മറ്റുള്ളവർക്ക് സഹായകമാകുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് കുറെ പേരുണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنت ربنا ونحن عبيدك، نحن فقراء أنت الغني. اللهم إنا نمد إليك كفنا فاغفر لنا ذنوبنا
وارحمنا. اللهم انصرنا ولا تنصر علينا. اللهم آثرنا ولا تؤثر علينا. اللهم انظر إلينا نظر الرعاية والعناية واجعلنا من عبادك الصالحين. പടച്ചോനെ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാ തെറ്റും കുറ്റവും നീ പൊറുക്കണം റഹ്മാനെ. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ജീവിക്കുന്ന സമയത്ത് ഈമാനോടെ, സന്തോഷത്തോടെ, തഖ്വയോടെ, അന്തസ്സോടെ, അഭിമാനത്തോടെ ജീവിക്കാൻ എല്ലാ വഴിയും നീ എളുപ്പാക്കണേ റഹ്മാനെ. നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് സഹായിക്കാൻ ആരൊക്കെ കാരണമാകണോ അവരെയൊക്കെ സഹായം പടച്ചോനെ നീ ഞങ്ങൾക്കെല്ലാം തുറന്നു തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ജീവിതം സന്തോഷത്തിലും ഈമാനിലും തഖ്വയിലും ആക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് കാവല് നൽകണേ അല്ലാഹ്. രോഗങ്ങൾ, വിഷമങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാറ്റിൽ നിന്നും ഞങ്ങൾ എല്ലാരെയും നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട പലരും രോഗികളുണ്ട്, ശിഫയാക്കണേ അല്ലാഹ്. ആശുപത്രിയിലുള്ളവരുണ്ട്, സലാമത്താക്കണേ അല്ലാഹ്. കടങ്ങളുണ്ട്, വീട്ടിൽ തരണേ അല്ലാഹ്. സാമ്പത്തികമായി ഒരുപാട് ആവശ്യങ്ങളെല്ലാം നീ നിർവഹിച്ചു തരണേ റഹ്മാനെ. കുറച്ചോനെ ഒരുപാട് വിഷയങ്ങൾ ഈ പ്രിയപ്പെട്ട ഇന്ന് ഈ സദസ്സിലുള്ള ഒരുപാട് പേരുണ്ട്. അല്ലാഹുവേ, ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ, ആഫിയത്തോടെ ജീവിക്കാൻ, നല്ല ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ, ഉള്ള സമയം സന്തോഷത്തോടെ നീ പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ എന്തൊക്കെയാണോ ഞങ്ങളിൽ വേണ്ടത്, വീട്, വിവാഹം, പഠനം, ജോലി, മക്കള്, എല്ലാം നീ എളുപ്പാക്കണേ റഹ്മാനെ. നീ സന്തോഷം തരണേ അല്ലാഹ്. നീ നിന്റെ സഹായം തരണേ. ഞങ്ങൾക്ക് നീ പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള ജീവിതം നയിക്കാനുള്ള എല്ലാ സഹായവും, എല്ലാ അഭിവൃദ്ധിയും, എല്ലാ തരത്തിലുള്ള നിന്റെ നോട്ടവും പരിഗണനയും സഹായവും അല്ലാഹുവേ നീ നൽകണേ അല്ലാഹ്. കുറച്ചോനെ ഞങ്ങളിൽ ആരെയും വിഷമത്തിലും ദുരിതത്തിലും ആക്കരുത് അല്ലാഹ്. ഞങ്ങളെ ആയുസ് കഴിഞ്ഞ് തിരിച്ചു വിളിക്കുമ്പോൾ കുറച്ചോനെ നല്ല ഈമാനോടെ കാമിലായ ഈമാനോടെ മരിപ്പിക്കണേ റഹ്മാനെ. ഖബറിൽ സന്തോഷമുള്ളവരാക്കണേ അല്ലാഹ്. പരലോകത്ത് മഹ്ശറിൽ വഷളാക്കരുതേ അല്ലാഹ്. സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ ആരെയും നരകത്തിലാക്കരുതേ അല്ലാഹ്. ഞങ്ങൾ നന്മയുടെ പേരിൽ ഒരുമിക്കുകയും പരസ്പരം സഹകരിക്കുകയും ഒക്കെ ചെയ്തവർ, ഞങ്ങളെ അപ്പമാർ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, ഞങ്ങളെ പ്രിയപ്പെട്ടവർ, ഇത്തരം നല്ല സംരംഭങ്ങളിൽ ഞങ്ങളോട് ഒന്നിച്ചവർ, അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഖിറത്തിലെത്തിയിട്ട് സ്വർഗത്തിൽ സന്തോഷത്തോടെ എല്ലാം തന്നെ നിന്നെ കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. പരസ്പരം കാണാനും സന്തോഷിക്കാനും ഭാഗ്യം തരണേ റഹ്മാനെ. ഞങ്ങളെ ബന്ധങ്ങളൊക്കെ ഈമാനിലും തഖ്വയിലും സന്തോഷത്തിലും ആക്കണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صل اللهم وسلم وبارك على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين.